അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. A4 അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 2026 മാർച്ചിൽ നടക്കാനിരിക്കുന്ന 10ാം ക്ലാസ് SSLC പരീക്ഷയുടെ CRT പുറത്തിറക്കിയിട്ടുള്ളതായ മോഡൽ ചോദ്യപേപ്പറിൽ നിന്നും അറബി ചോദ്യപേപ്പറിൻ്റെ രണ്ടാമത്തെ സെറ്റാകുന്നു ഇന്നത്തെ വീഡിയോയിൽ ടീച്ചർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ സെറ്റ് ടീച്ചർ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾ അത് കണ്ടു നോക്കാം. ഇൻഷാ അല്ലാ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. പരീക്ഷ എഴുതി തുടങ്ങുന്നതിന് മുമ്പായിട്ട് എല്ലാ വിദ്യാർത്ഥിനികളും നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളതായ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം പരീക്ഷ എഴുതാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഇഖ്തറുൽ ഇജാബത്ത് സ്വഹീഹ, ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കുവാനാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ജിയാൻ മാർക്കോ താമ്പേരി ഡേഷ് റിയാലിയുൻ മൊഅന്നിയുൻ അദീബുൻ എന്നാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. അതായത് ജിയാൻ മാർക്കോ താമ്പേരി അദ്ദേഹം ആരായിരുന്നു എന്നാണ്, അദ്ദേഹം ആരാണ് എന്നാണ്. അദ്ദേഹം റിയാലിയാണ്, റിയാലി എന്ന് പറഞ്ഞ സ്പോർട്സ്മാൻ എന്നാണ്. മൊഅന്നി എന്ന് പറഞ്ഞ ഗായകൻ, അദീബ് സാഹിത്യകാരൻ. നമുക്കറിയാം ഒളിമ്പിക്കിലെ ഹൈ ജമ്പ് ചാമ്പ്യൻ ആയിരുന്നു ജിയാൻ മാർക്കോ താമ്പേരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു റിയാലിയാണ്. കറക്റ്റ് ആൻസറായിട്ട് വരുന്ന റിയാലിയാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ജാ ഇലൽ മദ്രസത്തി മുദരിസുൻ, സ്കൂളിലേക്ക് അധ്യാപകൻ വന്നു. ജാ ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക് അധ്യാപകൻ വന്നു. മുദരിസുൻ ഡേഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ജദീദുൻ പുതിയത്, ജദീദൻ ജദീദത്തുൻ എന്നാണ്. ഇതിലേതാണ് ശരിയുത്തരമായിട്ട് വരുന്നത് എന്നാണ്. മുദരിസുൻ ജദീദുൻ എന്നാണ് പറയേണ്ടത്. കാരണം മുദരിസ് ആണാണല്ലോ, മുദക്കറാണ്. അതുകൊണ്ട് തന്നെ ജദീദുൻ എന്നാണ് പറയേണ്ടത്. പിന്നെ മുദരിസുൻ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ജദീദുൻ എന്നാണ് പറയേണ്ടത്. കാരണം അത് നാത്ത് മൻഊത്ത് എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. ഇക്തഷിഫ് ഇബാറത്തൻ സ്വഹീഹത്തൻ മിനൽ ആത്തിയ, താഴെ വന്നിട്ടുള്ളതിൽ നിന്നും ശരിയായിട്ടുള്ള സെൻറ്റൻസ് ഏതാണ് എന്ന് കണ്ടെത്തുവാനാണ്. ബാത്തത്തിൽ ഉമ്മു സാഹിറത്തൻ, ഉമ്മ ഉറക്കമൊഴിച്ചവളായിക്കൊണ്ട്, ഉറങ്ങാത്തവളായിക്കൊണ്ട് രാത്രി കഴിച്ചു കൂട്ടി എന്നാണ്. അത്തോലിബത്തുൻ നഷീത്തു നാജിഹത്തുൻ, അത്തോലിബത്തുൻ നഷീത്തു, അത്തോലിബത്ത് എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയാണ്. നഷീത്ത് എന്ന് പറഞ്ഞാൽ ഉന്മേഷവതിയായിട്ടുള്ള എന്നാണ്. നാജിഹത്ത് വിജയിച്ചവളാണ് എന്നാണ്. ലൈസൽ ജവു മോത്തതിൽ, ലൈസൽ ജവു അന്തരീക്ഷമല്ല, മോത്തതിലും ശാന്തമല്ല എന്നാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ബാത്തത്തിൽ ഉമ്മു സാഹിറത്തൻ എന്ന് പറയുന്ന സെൻറ്റൻസ് കറക്റ്റാണ്. കാരണം ബാത്ത എന്ന് പറയുന്ന ഫിയോലിൻ്റെ അതിൻ്റെ ഇസ്മായിട്ടാണ്, ബാത്തയുടെ ഇസ്മായിട്ടാണ് അതിൽ ഉമ്മ വന്നിട്ടുള്ളത്. സാഹിറത്തൻ എന്നുള്ളത് അതിൻ്റെ ഖബറാണ്. അപ്പോൾ നമുക്കറിയാം കാന അഹ്വാത്തിൽ വരുന്നതാണ് ബാത്ത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ശേഷം വരുന്ന ഇസ്മിന് റഫ് ആയിരിക്കും, അഥവാ ലൊമ്മ ആയിരിക്കും. രണ്ടാമത് വരുന്നത് ഇസ്മിൻ നസ്ബ് ആയിരിക്കും, അഥവാ ഫതഹ ആയിരിക്കും. അതുകൊണ്ടാണ് ബാത്തത്തിൽ ഉമ്മു സാഹിറത്തൻ എന്ന് പറയുന്നത്. അതവിടെ ശരിയുത്തരമാണ്. എന്നാൽ അത്തോലിബത്തുൻ നഷീത്തു എന്ന് പറയുമ്പം അത്തോലിബത്ത് എന്നുള്ളത് മുഅന്നസാണല്ലോ, അത് സ്ത്രീലിംഗമാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ അന്നഷീത്ത് എന്ന് പറഞ്ഞാൽ പോരാ, അവിടെ അത്തോലിബത്തുൻ നഷീത്തത്തു എന്ന് വേണം. അതുകൊണ്ട് തന്നെ ആ സെൻറ്റൻസ് തെറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. മൂന്നാമത്തതാണെങ്കിൽ ലൈസൽ ജവു മോത്തതിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം കാന അഹവാത്തിൽ വരുന്നത് തന്നെയാണ് ലൈസ എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെ ലൈസ വന്നു കഴിഞ്ഞാൽ രണ്ടാമത് വരുന്ന ആ ഒരു ഇസ്മിന് നസ്ബ് കൊടുക്കൽ നിർബന്ധം. അവിടെ മോത്തദിലൻ എന്ന് തന്നെ പറയണം. അപ്പോൾ അതും തെറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള സെൻറ്റൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ബാത്തത്തിൽ ഉമ്മു സാഹിറത്തൻ എന്നുള്ള സെൻറ്റൻസ് മാത്രമാണ് കേട്ടോ. നാലാമത്തെ ചോദ്യം നോക്കൂ. ഇഖ്തർ മിനൽ ആത്തിയ, താഴെ കൊടുത്തിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുവാനാണ്. ഇബാറത്തിൻ, ഒരു സെൻറ്റൻസ് തിരഞ്ഞെടുക്കുവാനാണ്. തസ്രീഹൻ യുവാഫിക്കുമായി മാനസത്തർ, ആ ഒരു ലൈൻ അവിടെ ഒരു കവിതയുടെ വരി കൊടുത്തിട്ടുണ്ട്. ആ ഒരു വരിയുടെ ആശയത്തോട് യോജിച്ച് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് താഴെ കൊടുത്തതിൽ ഏതാണ് എന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം ഒരു ബൈത്ത് വായിച്ചു നോക്കാം. ഫളലു സിനാഅത്തിൽ ബിലാദി കുല്ല യൗമിൻ ഫിസ്ദിയാദി എന്നാണ് അല്ലേ. ഫളലു സിനാഅത്തിൽ ബിലാദ്, അതായത് ഓരോ നാടിൻ്റെയും നിർമ്മാണത്തിൻ്റെ ശ്രേഷ്ഠത, കുല്ല യൗമിൻ എല്ലാ ദിവസവും, ഫി ഇസ്ദിയാദി അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, വർധനവിലാണ് എന്നാണ് അർത്ഥം. നോക്കൂ. ഇസ്ദാദു ഫളൽ സിനാ കുല്ല യൗമിൻ, നിർമ്മാണത്തിൻ്റെ ശ്രേഷ്ഠത ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ നോക്കൂ. നക്സു ഫളൽ സിനാ കുല്ല യൗമിൻ, ആ നിർമ്മാണത്തിൻ്റെ ശ്രേഷ്ഠത എല്ലാ ദിവസവും കുറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. സുന്നാ ഉൽ ബിലാദി,
ഓരോ നാട്ടിലെയും നിർമ്മാതാക്കൾ യസ്ദാദു യൗമൻ ഫീമ ഓരോ ദിവസം കഴിയുന്നിടത്തോളം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. നമുക്കറിയാം ആ ഒരു ബൈത്തിൽ പറഞ്ഞിട്ടുള്ളത് ഓരോ രാജ്യത്തിൻ്റെയും ആ ഒരു നിർമ്മാണത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അത് ഓരോ ദിവസം കഴിയുന്നിടത്തോളം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് യസ്ദാദു ഫദലു സിന കുല്ലയോമിൻ എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ആ ഒരു വരിയോട് യോജിച്ച് വന്നിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യം, അതായത് രണ്ടാമത്തെ ചോദ്യത്തിൽ വന്നിട്ടുള്ള 4 ചോദ്യങ്ങളാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. അജിബ് അൻ ഹംസത്തി അസ്ഇലത്തിൻ 5 ചോദ്യങ്ങൾക്ക് അഥവാ 5 മുതൽ 9 വരെയുള്ളതിൽ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. അതിലെ 5ാമത്തെ ചോദ്യം നോക്കൂ. അലിഫ് ഇനൽ മൻലൂമി സുത്തൂറമിൻ എന്തിക്, അതായത് താഴെ കൊടുത്തിട്ടുള്ളതായ കവിതയിലേക്ക് യോജിച്ച വരികൾ നമ്മളോട് വെച്ചു കൊടുക്കാനാണ്, ചേർത്തി കൊടുക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. അലിഫ് എന്ന് പറഞ്ഞാൽ നീ ചേർക്ക് എന്നാണ്. അവിടെ കൊടുത്തിട്ടുള്ളതായ ബൈത്ത് നോക്കൂ. വ ഹുസ്നുക യാ അഖി ഹുസ്നി വ ഫറഹുക യാ അഖി ഫറഹി, അതായത് വ ഹുസ്നുക നിൻ്റെ ദുഃഖം എന്ന് പറയുന്നത്, യാ അഖി അല്ലയോ സഹോദര, ഹുസ്നി അത് എൻ്റെ ദുഃഖവുമാകുന്നു, വ ഫറഹുക നിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്, യാ അഹി അല്ലയോ സഹോദര, ഫറഹി അതെൻ്റെ സന്തോഷവുമാകുന്നു എന്നാണ്. അതുപോലെ അവിടെ ഹുബ് അതുപോലെ ഇസ് ഈ 2 വാക്കും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹുബ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം, സ്നേഹം എന്നർത്ഥം. ഇസ് എന്ന് പറഞ്ഞാൽ പ്രതാപം എന്നാണ്. അപ്പം നമുക്ക് എങ്ങനെ ആ ഒരു പദങ്ങൾ വെച്ചുകൊണ്ട് കവിത പൂർത്തിയാക്കാൻ പറ്റുമെന്ന് നോക്കൂ. നമുക്ക് എഴുതാം വഹുബുക യാ അഹി ഹുബി വ സിദ്ഖുക യാ അഹി സിദ്ഖി എന്ന് എഴുതാം നമുക്ക്, അല്ലേ? നിൻ്റെ സ്നേഹമാകുന്നു സഹോദര എൻ്റെ സ്നേഹം എന്ന് പറയും, നിൻ്റെ സത്യസന്ധതയാകുന്നു എൻ്റെ സത്യസന്ധതയും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വഇസ്സുക യാ അഹി ഇസ്സി നിൻ്റെ പ്രതാപമാകുന്നു സഹോദര എൻ്റെ പ്രതാപം എന്ന് പറയുന്നത്. മജിദുക യാ അഹി മജിദി നിൻ്റെ ഉന്നതിയാകുന്നു സഹോദര എൻ്റെ ഉന്നതി എന്ന് പറയുന്നത് എന്നാണ്. അടുത്ത ചോദ്യം നോക്കൂ. അഇദ് ഹുത്താഫത്തൻ ലിദ് റിഷ്വ, റിഷ്വ എന്ന് പറഞ്ഞാൽ കൈക്കൂലി എന്നാണ്. കൈക്കൂലിക്കെതിരിൽ ഒരു ഹുത്താഫ തയ്യാറാക്കുവാനാണ്, ഒരു മുദ്രാവാക്യം തയ്യാറാക്കുവാനാണ് പറയുന്നത്. എങ്ങനെയെല്ലാം എഴുതാൻ പറ്റുമെന്ന് നോക്കൂ. അരിഷ്വത്തു തുഫ്സിദുൽ മുജ്തമ, കൈക്കൂലി എന്നത് സമൂഹത്തെ കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഫൽനർഫുലുഹ ജമീഅൻ, നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, അത് നിരസിക്കണം എന്നാണ്. കുൻ സ്വാദിഖൻ വബ്തഇദ് അനി റിഷ്വ, നീ സത്യസന്ധനായി തീര്, കൈക്കൂലിയിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യേ എന്നാണ്. അതുപോലെ തന്നെ ലാ തൗഖദി റിഷ്വ വലാ തുഅതീഹ, നീ കൈക്കൂലി വാങ്ങുകയോ അത് നൽകുകയോ ചെയ്യരുത് എന്നാണ്. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഏതും എഴുതാവുന്നതാണ്. ഇവിടെ നിങ്ങളോട് ഒരു മുദ്രാവാക്യം മാത്രമേ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. റത്തിബിൽ കെലിമാത്ത്, അവിടെ കൊടുത്ത പദങ്ങളെ ക്രമീകരിക്കുവാനാണ്. തൊബീബൻ മുഹമ്മദുൻ ഷോറ മാഹിറൻ എന്നാണ്. തൊബീബ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ, മുഹമ്മദ് തന്നെയാണ്. ഷോറ ആയിത്തീർന്നു, മാഹിറൻ എന്ന് പറഞ്ഞാൽ നല്ല കഴിവുള്ള ഡോക്ടർ ആയിത്തീർന്നു. അപ്പോൾ മുഹമ്മദ് നല്ല കഴിവുള്ള ഡോക്ടർ ആയിത്തീർന്നു എന്നാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഷോറ മുഹമ്മദുൻ തൊബീബൻ മാഹിറൻ എന്നാണ് എഴുതേണ്ടത്. ലൈസൽ ജവ്വു മുഅ്തദിലൻ, അപ്പോൾ ഇതിൽ നമ്മൾ എഴുതേണ്ടത് ലൈസൽ ജവ്വു മുഅ്തദിലൻ എന്ന് തന്നെയാണ്. അതിൽ നമുക്ക് പ്രത്യേകിച്ച് കറക്ഷനൊന്നും വരുന്നില്ല. ഇനി 8ാമത്തെ ചോദ്യം നോക്കൂ. ലാഹിദ് സൂറ വഇദ് തഅലീഖൻ മുനാസിബൻ, താഴെ കൊടുത്തിട്ടുള്ളത് ആ ചിത്രം നോക്കിയിട്ട് അതിന് യോജിച്ചൊരു കമൻറ്റ് പറയുവാൻ, കമൻറ്റ് എഴുതുവാനാണ് കേട്ടോ. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കൂ. ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 4 ആളുകൾ നന്നായിട്ട് അധ്വാനിക്കുന്നൊരു ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, അല്ലേ? നോക്കൂ, നമുക്കൊരു കമൻ്റായിട്ട് എഴുതാൻ പറ്റും. യഅമലു ഹഉലാഇൽ ഉമ്മാലു ബിജിദ്ദിൻ, ആ ഒരു തൊഴിലാളികൾ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. ലിയബ്നുവലന മുസ്തഖ്ബലൻ അഫ്ദൽ, നല്ലൊരു ഫ്യൂച്ചർ നമുക്കുണ്ടാക്കി തരുവാൻ വേണ്ടിയിട്ട് എന്നാണ്. അമലുഹും യുദക്കിറുന ബിഖീമത്തിൽ ഇജ്തിഹാദി വൽ ഇഖ്ലാസ്, അല്ലേ? ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് പണിയെടുക്കുന്നതിൻ്റെ മൂല്യം എത്രത്തോളമാണ് എന്ന് അവരുടെ ജോലി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒക്കെ ഒരു സാഹചര്യത്തിന് യോജിച്ച രൂപത്തിലുള്ള കമൻസുകൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കമ്മിലിൽ ഫറാഅ ബിസിയഖത്തിൻ മുനാസിബത്തിൻ ലിൽ ഫിഅലി മിനൽ ഖൗസൈനി, താഴെ കൊടുത്തിട്ടുള്ള ബ്ലാങ്ക് ആയ സ്ഥലം ഫില്ല് ചെയ്യുവാനാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് വന്നിട്ടുള്ളത്. അവിടെ വെച്ച് കൊടുക്കേണ്ടത് ബിസിയഖത്തിൻ മുനാസിബത്തിൻ ലിൽ ഫിഅൽ, ആ ഫിഅലിൻ്റെ യോജിച്ച രൂപം വെച്ച് കൊടുക്കുവാനാണ്. മിനൽ ഖൗസൈനി ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളതായ യജിബു അലൈക, നിൻ്റെ മേൽ നിർബന്ധമാണ്, അൻ ഡേഷ്
എന്നാണ്. നീ എന്ത് ചെയ്യണം? അൻ ഡേഷ് എന്നാ കൊടുത്തിട്ടുള്ളത്. അവിടെ യജ്തഹിദു എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. അവൻ പരിശ്രമിക്കുന്നു, അവൻ അധ്വാനിക്കുന്നു എന്നർത്ഥം. അപ്പം ഇവിടെ യജിബു അലൈക്ക് നിന്റെ മേൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്കവിടെ അൻ തെജിതഹിദ എന്നാണ് പറയേണ്ടത്. അൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഫിഅല മുലാരിൻ്റെ മുൻപിൽ അൻ വന്നു കഴിഞ്ഞാൽ ഫിഅല മുലാരിയുടെ അവസാനത്തിൽ നെസ്ബായിട്ട് അഥവാ ഫത്തഹായിട്ട് മാറുന്നതാണ്. അതുകൊണ്ടാണ് അൻ തെജിതഹിദ എന്ന് പറയുന്നത് കേട്ടോ. യജിബു അലൈക്ക് അൻ തെജിതഹിദ, നിനക്ക് വേണ്ടി നീ എന്ത് ചെയ്യണം? പരിശ്രമിക്കൽ നിർബന്ധമാണ്. വ അൻ അതുപോലെ തന്നെ വ അൻ ഡേഷ് എത്തുറുക്കു എന്നാ കൊടുത്തിട്ടുണ്ടല്ലേ. എത്തുറുക്കു എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്ന്, അവൻ ഉപേക്ഷിക്കുക എന്നാണ്. അപ്പം നീ ഉപേക്ഷിക്കുക എന്നെങ്ങനെ പറയും? വ അൻ തത്തുറുക്ക, വ അൻ തത്തുറുക്കൽ കെസ്ല കൈ കൈ എന്ന് പറഞ്ഞാൽ വേണ്ടിയിട്ട്, അതായത് കെസ്ല എന്ന് പറഞ്ഞാൽ മടി, നിൻ്റെ മടിയെ നീ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കുകയും വേണം. കൈ ഡേഷ് ഉമ്മിയത്ത്, ഉമ്മിയത്ത് എന്ന് പറഞ്ഞാൽ ആഗ്രഹം, നിൻ്റെ അംബീഷന് എത്തഹക്കക്ക് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാക്കി തീർക്കുക എന്നാണ്. അൻ തതഹക്കക എന്നാണ് വേണ്ടത് കേട്ടോ. അൻ തതഹക്കക ഉമ്നിയതക് യജിബു അലൈക അൻ തജ്തഹിദ വ അൻ തതുർക്കൽ കസ്ല കൈ തതഹക്കക ഉമ്നിയതക്. ആ രൂപത്തിലാണ് അത് എഴുതേണ്ടത്. അപ്പം നമുക്കറിയാം അൽ, ലെൻ, ഇതൻ, കൈ, ഇത് നാലും ഒരു ഫിയലിൻ്റെ മുൻപിൽ വന്നു കഴിഞ്ഞാൽ ആ ഫിയലിൻ്റെ അവസാനത്തിൽ മൻസൂബായിട്ട് അഥവാ ഫത്തഹായിട്ടായിരിക്കും വരുന്നത് എന്ന്. ഇനി 9ാമത്തെ ചോദ്യം നോക്കും. അതിൽ നമുക്ക് 2 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അക്മിൽ ഖാനാത്ത്, അവിടെ കൊടുത്ത ബോക്സുകൾ പൂർത്തിയാക്കുവാനാണ്. അവിടെ അൽ മുഫ്രദ്, അൽ മുസന്ന, അൽ ജം, ഏകവചനം, ദ്വിവചനം, ബഹുവചനം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഒന്ന് സ്വദഖത എന്നാണ്. സ്വദഖത എന്ന് പറഞ്ഞാൽ നീ സത്യം പറഞ്ഞു എന്നാണ്. അപ്പം നമുക്കതിൻ്റെ മുസന്ന എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നോക്കൂ. സ്വദഖതുമ എന്നാണ് എഴുതേണ്ടത്. സ്വദഖത, സ്വദഖതുമ, സ്വദഖതും, സ്വദഖതി, സ്വദഖതുമ, സ്വദഖതുന്ന, സ്വദഖതു, സ്വദഖിന. ആ രൂപത്തിലായിരിക്കും അത് വരുന്നത് കേട്ടോ. ഇനി അതിലെ 2ാമത്തെ ചോദ്യം ബി വന്നിട്ടുള്ളത് നോക്കൂ. അക്മിൽ ഖാനാത്ത്, അതും പട്ടിക പൂർത്തിയാക്കാൻ തന്നെയാണ്. അൻത തശ്റബു എന്നവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. നീ കുടിക്കുന്നു. അൻതുമാ തശ്റബാനി, നിങ്ങൾ 2 പേരും കുടിക്കുന്നു. അപ്പോൾ തശ്റബൂന എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അൻതും തശ്റബൂന, അൻതും തശ്റബൂന. അൻതി എന്ന് വന്നു കഴിഞ്ഞാൽ തശ്റബീന എന്നാണ് പറയുന്നത്. അൻതി തശ്റബീന, അൻതുമാ തശ്റബാനി, അൻതുന്ന തശ്റുബ്ന എന്നാണ് വരിക കേട്ടോ. അൻതുന്ന തശ്റുബ്ന എന്നാണ് വരേണ്ടത്. അന അഷ്റബു, പിന്നെ നെഹ്നു നഷ്റബു. ആ രൂപത്തിലാണ് നിങ്ങളത് എഴുതേണ്ടത്. അടുത്ത ചോദ്യം നോക്കൂ. അജിബ് അൻസിത്തത്തെ അസ്ഇലത്തിൻ, 6 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. ഓരോന്നിനും 3 മാർക്ക് വീതമായിരിക്കും ലഭിക്കുന്നത്. ഇഖ്റ അൽ ഫിഖ്റ വ അജിബ് അനിൽ അസ്ഇല, താഴെ കൊടുത്ത പാരഗ്രാഫ് വായിക്കുക, എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. കപില ഇന്ദിരാഗാന്ധി, ഇന്ദിരാഗാന്ധിക്ക് മുൻപ് ബി അക്തറ മിൻ സബഅത്തി ഖുറൂനിൻ, ഒരു 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പായിക്കൊണ്ട് ഹക്കമത്തിൽ ഹിന്ദ്, ഇന്ത്യ ഭരിച്ചിട്ടുണ്ടായിരുന്നത് ഇമ്രഅത്തുൻ ഖവിയ്യത്തുൻ, ഒരു ശക്തിയായിട്ടുള്ളൊരു സ്ത്രീ ആയിരുന്നു എന്നാണ്. സുജില ഇസ്മുഹ, അവളുടെ പേര് രേഖപ്പെടുത്തപ്പെട്ടു. ഫി കുതുബി താരീഖ്, ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം അവളുടെ പേര് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കഅവ്വലി ഇംറഅത്തിൻ ഹക്കമത്തിൽ ഹിന്ദ്, ഇന്ത്യ ഭരിച്ച ആദ്യത്തെ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവരുടെ പേര് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വഹിയ, അവരാരാണ്? അസുൽത്താന റളിയ, സുൽത്താന റസിയയായിരുന്നു. ഇബ്നത്ത് ഷംസുദ്ദീൻ ഉൽത്തുമിഷ്, ഷംസുദ്ദീൻ ഉൽത്തുമിഷിൻ്റെ മകളായിട്ടുള്ള സുൽത്താന റസിയയായിരുന്നു അവർ എന്നാണ്. കാനത്ത് മലിക്കത്തുൻ ഹാസിമത്തുൻ വദക്കിയത്തുൻ, അവരുടെ നല്ല ബുദ്ധിമതിയായിട്ടുള്ള ധൈര്യശാലിയായിട്ടുള്ള ഒരു രാജ്ഞിയായിരുന്നു എന്നാണ്. ഈ ഒരു പാരഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ട് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ് കേട്ടോ. വൻ കാനത്ത് അവ്വലു ഇമ്രഅത്തിൻ ഹക്കമത്തിൽ ഹിന്ദ്, ആദ്യമായിട്ട് ഇന്ത്യ ഭരിച്ചതായ ആ ഒരു സ്ത്രീ ആരായിരുന്നു എന്നാണ്. ആരായിരുന്നു? എന്താണ് ഉത്തരം വരുന്നത്? സുൽത്താന റളിയ എന്നാണ് അല്ലേ. പിന്നെ ഐന സുജിലത്തി ഇസ്മുഹ, അവളുടെ പേര് എവിടെയാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്നാണ്. ഫി കുതുബി താരീഖ് എന്നാണ് അതിൻ്റെ ഉത്തരം വരുന്നത്, ചരിത്ര ഗ്രന്ഥങ്ങളിൽ എന്നാണ്.
മസ്മു വാലിദ് മലിക്കത്തിൻ, ആ ഒരു രാജ്ഞിയുടെ ഉപ്പയുടെ പേര് എന്തായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നത്തു ഷംസുദ്ദീൻ ഉൽത്തുമിഷ് എന്നാണ് അവരുടെ പിതാവിൻ്റെ പേര്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. 11ാമത്തെ ചോദ്യം. ഹസനത്ത് സ്വദീഖത്തുക വിസാമൻ ലിശുജാഅത്തി ലിഇൻകാദി ശൈഖിൻ മുസ്ലിം മിൻ സദ്മത്തി സയ്യാറ ഉക്തുബ് റിസാലത്തിൻ ഖസീറത്തിൻ തുഹന്നിഉഹ. ഹസലത്ത് സ്വദീഖത്തുക, നിന്റെ കൂട്ടുകാരിക്ക് ലഭിച്ചു, വിസാമൻ ഒരു മെഡൽ ലഭിച്ചു, ലിഷുജാഅത്തി ധീരതയ്ക്കുള്ളൊരു മെഡൽ ലഭിച്ചു എന്നാണ്, ലി ഇൻകാദി രക്ഷപ്പെടുത്തിയതിനാൽ, ഷെയ്ഖിൻ മുസിന്നിൻ ഒരു പ്രായമായിട്ടുള്ള ഒരു മനുഷ്യനെ, വിൻസദമത്ത് സിയാർ കാറിടിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ളതിനാൽ, ഉക്തുബ് റിസാലത്തിൻ ഖസീറത്തിൻ തുഹന്നിഉഹ അവനെ ആശംസ അറിയിച്ചുകൊണ്ട് ഒരു ചെറിയ ഷോർട്ട് മെസ്സേജ് എഴുതുവാനാണ്. ഇങ്ങനെ എഴുതാമെന്ന് നോക്കൂ. അക്സൻറ്റ് യാ സ്വദീഖി, അല്ലയോ കൂട്ടുകാര, എന്താണ് ഗുഡ് അല്ലേ. ഇനി അത് ലേഡിയാണ്, ഒരു പെൺകുട്ടിയാണെങ്കിൽ അക്സൻറ്റ് യാ സ്വദീഖത്തി എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഷുജാഅത്തുക്കി എന്ന് എഴുതാം പെണ്ണാകുന്ന സമയത്ത്. മറ്റത് ഷുജാഅത്തുക്ക, നിന്റെ ധൈര്യം. ഫി ഇൻ ഖാദിർ റജുൽ മുസ്ലിം, ഒരു പ്രായമായിട്ടുള്ള മനുഷ്യനെ രക്ഷപ്പെടുത്തുവാനുള്ള നിന്റെ ധൈര്യം എന്ന് പറയുന്നത്, തുലഹിറു നുബുല കൽബിക്, നിന്റെ ഹൃദയത്തിൻ്റെ ഒരു മഹത്വത്തെയാണ് കാണിക്കുന്നത്. അന ഫഖൂറും ബിക്, ഞാൻ നിന്നെ തൊട്ട് അഭിമാനിക്കുന്നവനാണ് എന്നാണ്. മറ്റൊരു രൂപം നോക്കൂ. മബ്റൂക്ക് യാ സ്വദീഖി, അല്ലെ കൂട്ടുകാരാ, നിനക്ക് ആശംസകൾ. ഷുജാഅത്തുക ഫി ഇൻഖാദി റജുൽ മുസ്ലിം മിനൽ ഹാദിസി, ആ ഒരു ആക്സിഡൻറ്റിൽ നിന്ന്, അല്ല ആ ഒരു സംഭവത്തിൽ നിന്ന്, ആ ഒരു പ്രായമായിട്ടുള്ള മനുഷ്യനെ നീ രക്ഷപ്പെടുത്തുവാനുള്ള നിൻ്റെ ധൈര്യം എന്ന് പറയുന്നത്, തസ്തഹിഖു കുല്ലത്ത ഖദീരി വൽ ഇഹ്തിറാം, അത് എല്ലാ ആദരവും അർഹിക്കുന്നതാണ്. അന ഫഖൂറും ബിക ജിദ്ദൻ, ഞാൻ നിന്നെ തൊട്ട് വളരെയധികം അഭിമാനം കൊള്ളുന്നുണ്ട് എന്നാണ്. 12ാമത്തെ ചോദ്യം. മാ ഉംനിയത്തുക ഫിൽ ഹയാത്തി, നിന്റെ ജീവിതത്തിലെ നിന്റെ അംബീഷൻ, നിന്റെ ആ ഒരു ആഗ്രഹം എന്താണ് എന്നാണ്. വ കൈഫ തുഹഖിഖുഹ, നീ എങ്ങനെയാണ് അത് യാഥാർത്ഥ്യമാക്കി തീർക്കുക. അഖദ്തു മുദക്കിറതൻ, അതിനെക്കുറിച്ച് നീ ഒരു കുറിപ്പ് തയ്യാറാക്കുവാനാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഭാവിയിൽ ആരായി തീരുവാനാണ് ആഗ്രഹം, അതിന് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുക, അതുപോലെ തന്നെ അത് യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ നിങ്ങൾ എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കുക എന്നൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പായിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നോക്കൂ. ഫിൽ മുസ്തഖ്ബലി ഉരീദു അൻ ഉസ്ബിഹ ത്വബീബൻ ലി ഉസാഇദൽ മർള, ഫിൽ മുസ്തഖ്ബൽ, ഭാവിയിൽ ഒരീത് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അന്നുസ്ബിഹ തബീബൻ, ഒരു ഡോക്ടറായി തീരുവാൻ, ലി ഉസാഇദൽ മർള, രോഗികളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട്, സഅദ്റസു ബിജിദ്ദിൻ, അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് പഠിക്കും, അൽ തസിമു ബിദുറൂസി, എൻ്റെ പാഠഭാഗങ്ങളൊക്കെ ഞാൻ നന്നായി പഠിച്ച് മനസ്സിലാക്കും, അഅമലു കുല്ല യൗമിൻ, എല്ലാ ദിവസവും ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യും, ലി തഹ്ഖീഖ ഹദഫി, എൻ്റെ ആ ഒരു ലക്ഷ്യം യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ വേണ്ടിയിട്ട്, അലം, എനിക്കറിയാം, അന്നത്തൊരീഖ ലൈസ സഹ്ലൻ, അതിലേക്കുള്ള മാർഗം എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല എന്ന് എനിക്കറിയാം, വലാകിന്നൽ ഇസ്റാറ സയുവസ്സുലിനി ഇലാ ഹുൽമി, പക്ഷേ അൽ ഇസ്റാർ, എൻ്റെ ഉറച്ച ആ ഒരു തീരുമാനം, എൻ്റെ ആ ഒരു ഉറച്ച ഡിസിഷൻ എന്ന് പറയുന്നത്, സയുവസ്സുലിനി, അതെന്നെ എത്തിക്കുക തന്നെ ചെയ്യും, ഇലാ ഹുൽമി, എൻ്റെ സ്വപ്നത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും എന്നാണ്. ഇങ്ങനെ ഈ രൂപത്തിൽ നിങ്ങളുടെ അംബീഷൻസ് എന്താണെന്ന് വെച്ചാൽ അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. 13ാമത്തെ ചോദ്യം നോക്കൂ. അഖിദ് തഹ്ദീറൻ ലിസ്വയ്യാദിൽ അസ്മാക്കി മിനൽ ഹൈജാനിൽ ബഹരി വഹുതൂലി അംതാരിൻ അസീറ ബിസ്തിആനത്തിൻ നിക്കാത്തി താലിയ, താഴെ കൊടുത്തിട്ടുള്ള പോയിൻറ്റ്സുകളൊക്കെ വെച്ച് കൊടുത്തുകൊണ്ട് മീൻപിടുത്തക്കാരായിട്ടുള്ള ആളുകൾക്ക് കടൽ പ്രക്ഷോഭമാകുക, അതായത് കടൽ ഇളകി മറിയുക, അതിനെക്കുറിച്ചും നന്നായിട്ട് മഴ പെയ്യുവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കാണിച്ചു കൊണ്ടുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം അത് തയ്യാറാക്കുവാനാണ് കേട്ടോ. അൽ ഹുക്കൂമത്ത് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എന്നാണ്. അൽ മനാത്തിക് സിയാഹിയ എന്ന് പറഞ്ഞാൽ കടലിൻ്റെ തീരപ്രദേശങ്ങൾ. തഹ്ലീർ എന്ന് പറഞ്ഞാൽ ജാഗ്രത പാലിക്കുക എന്നാണ്. അഹ്ലുൽ ഹൈത്ത എന്ന് പറഞ്ഞാൽ വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നാണ്, മുൻകരുതലുകളൊക്കെ സ്വീകരിക്കുവാനാണ്. നോക്കൂ. തഹ്ദീറുൻ ആജില, പെട്ടെന്നുള്ള ജാഗ്രതാ നിർദ്ദേശം അല്ലെങ്കിൽ മുന്നറിയിപ്പ് എന്നാണ്. തുവജ്ജുൽ ഹുക്കൂമ,
ഗവൺമെൻറ് നൽകുന്നുണ്ട്. ഇല സുക്കാൻ മനാത്തിക് ഷാഹിലിയ, തീരപ്രദേശങ്ങൾ താമസിക്കുന്നതായ ആളുകൾക്ക് തഹദീറൻ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. പിന്നെ ഹൈജാനിൽ ബഹർ, കടൽ ഇളകി മറയുന്നതിനെ കുറിച്ചും ഹുത്തൂലി അംതോൽ അസീറ, നന്നായിട്ട് മഴ പെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട് എന്നാണ്. വദാലിക ഇബ്തിദ മിൻ മസാ ഇൽയോം, ഇത് ഇന്ന് വൈകിട്ട് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വതർജു മിനൽ ജമിയ, മുഴുവൻ ആളുകളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അഖദൽ ഹീത്ത, അതിന് അനിവാര്യമായിട്ടുള്ള മുൻകരുതലുകളൊക്കെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 14ാമത്തെ ചോദ്യം. അതിൽ നമുക്ക് 2 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. നോക്കൂ, നോക്കൂ, അതിൽ ഇഖ്റ അൽ ഫിഖ്റ വഅദ് സലാസത്ത് അസ്ഇലത്തിൻ മുസ്തഖ്ദിമൽ അദവാത്തിൽ ഇസ്തിഫാമിയ അത്താലിയ. അതായത് താഴെ കൊടുത്ത പാരഗ്രാഫ് വായിക്കാനാണ്. എന്നിട്ട് അതിൽ നിന്നും അവിടെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു അദവാത്തുൽ ഇസ്തിഫാം അഥവാ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 3 ചോദ്യങ്ങൾ തയ്യാറാക്കുവാനാണ് കേട്ടോ. അവിടെ കൊടുത്ത അദവാത്തുൽ ഇസ്തിഫാമി ആയിട്ട് വന്നിട്ടുള്ള പദങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കൂ. ഒന്ന് മൻ എന്നാണ്, ആര് എന്ന്, മൻ ആര്, ഐന എവിടെ, മാത എന്ത് എന്നാണ് അല്ലേ. കാനത്ത് റാണി ലക്ഷ്മിബായി, റാണി ലക്ഷ്മിബായി ആയിരുന്നു. മലിക്കത്തൻ ഝാൻസി റാണിയായിരുന്നു. ഉലിദത്ത് ഫി വാരാണസി, അവർ ജനിക്കുന്നത് വാരാണസിയിലാണ്. സന 1828 മീലാദിയ, 1828 വാരാണസിയിലാണ് അവർ ജനിച്ചത്. തദർബത്തുൽ ഫുറൂസിയ, അവർ കുതിരസവാരി പഠിച്ചു. വരിമായ, അതുപോലെ തന്നെ അമ്പെയ്ത്തും പഠിച്ചു. ഫുനൂൻ ദിഫാ അനിൻ നഫ്സി, സ്വയം പ്രതിരോധിക്കുവാനുള്ള കലകളൊക്കെ, ആയോധന കലകളൊക്കെ അവർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫി ഹദാസത്തി സിന്നിഹ, അവളുടെ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ എന്നാണ്. ഇതിൽ നിന്ന് 3 ചോദ്യങ്ങൾ തയ്യാറാക്കുവാനാണ്. നമുക്ക് ചോദിക്കാം. മൻ കാനത്ത് റാണി ലക്ഷ്മിബായി എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. മൻ കാനത്ത് റാണി ലക്ഷ്മിബായി. അതുപോലെ തന്നെ ഐന വുലിദത്ത് റാണി ലക്ഷ്മിബായി. മാതാ തദർറബത്ത് റാണി ലക്ഷ്മിബായി അല്ലേ. മൻ, ആരായിരുന്നു റാണി ലക്ഷ്മിബായി എന്ന് ചോദിക്കാം. ആരായിരുന്നു? മലിക്കത്ത് ഝാൻസി ആയിരുന്നു. ഐന വുലിദത്ത്, അവർ എവിടെയാണ് ജനിച്ചത്? ഫി വാരാണസി സന 1828 മീലാദിയ. അതുപോലെ തന്നെ മാതാ തദർറബത്ത് റാണി ലക്ഷ്മിബായി, റാണി ലക്ഷ്മിബായി എന്തൊക്കെയാണ് പരിശീലിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ്. അൽ ഫുറൂസിയത്തു വരിമായത്തു വഫുനൂന ദിഫാ അനിൻ നഫ്സി എന്ന് ഉത്തരമായിട്ട് എഴുതാവുന്നതാണ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ചോദ്യം മാത്രമാണ് തയ്യാറാക്കാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അഇദ് ഇസ്തിബിയാനിൽ മുഖാബലത്തി മഅ സുനിത വില്യംസ് ബിസ്തിആനത്തി നിഖാത്തി താലിയ, താഴെ കൊടുത്ത പോയിന്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് സുനിത വില്യംസിനോട് ചോദിക്കാൻ പറ്റിയ, ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കാൻ പറ്റിയിട്ടുള്ളതായ കുറച്ച് ചോദ്യാവലികൾ, ക്വസ്റ്റ്യൻഎയർ തയ്യാറാക്കുവാനാണ്. കൊടുത്തുള്ള പോയിന്റ്സുകൾ നോക്കൂ. അരിഹിലത്ത്, യാത്ര. ദിറാസത്തുൻ ഹന്തസത്ത് ത്വയ്റാൻ, ആ ഒരു എയറോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠനം. അതുപോലെ തന്നെ ഇൻജാസാത്ത്, ജീവിതത്തിലെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്. അൽ ഔദത്തു മിനൽ ഫലാഇ, ആ ഒരു ബഹിരാകാശത്തിൽ നിന്നുള്ളതായ മടക്കം. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ചോദ്യങ്ങൾ തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം ചോദിക്കാം. കൈഫ കാനത്തി റിഹില, ആ ഒരു യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാം. അല്ല, അവരുടെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു. കൈഫ കാനത്തി റിഹിലത്തുൽ ഫലാഇ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ബഹിരാകാശത്തേക്കുള്ള ഒരു യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മിൻ ഐന അത്മംതി ദിറാസത്തുക്കി ഹന്തസത്തി ത്വയ്റാൻ, നിങ്ങളുടെ ആ ഒരു എയറോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠനം നിങ്ങൾ എവിടെ നിന്നാണ് പൂർത്തിയാക്കിയത്. മാഹിയ ഇൻജാസാത്തുക്കി, നിങ്ങളുടെ ജീവിതത്തിലെ മാഹിയ ഇൻജാസാത്തുക്കി ഫിൽ ഹയാത്തി എന്ന് ചോദിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ മാ ഷുഊരിക ഇൻദ ഔദതിക മിനൽ ഫലാഇ, ആ ഒരു ബഹിരാകാശത്തിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഫീലിങ്സുകൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിക്കാം. അപ്പം ഇങ്ങനെ ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അതായത് 15ാമത്തെ ചോദ്യം. ഉക്തുബുൽ ഫിഖ്റ, ഒരു പാരഗ്രാഫ് തയ്യാറാക്കുവാനാണ്. മുസ്തഖ്ദിമൻ അന്നഅത്തുൽ മുനാസിബ, യോജിച്ച നഅത്തുകൾ ഉപയോഗിച്ചുകൊണ്ട്, നഅത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം എന്നാണ് അർത്ഥം. ഈ കലിമാത്തിൽ എത്തി തഹ്തഹ ഖത്തുൻ, താഴെ വരയിട്ടിട്ടുള്ളതായ പദങ്ങൾക്ക് യോജിച്ച നഅത്തുകൾ വെച്ച് കൊടുത്തുകൊണ്ട് ആ ഒരു പാരഗ്രാഫ് എഴുതുവാനാണ് വന്നിട്ടുള്ളത്. നമ്മളിവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് താഴെ വരയിട്ട പദങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല, എന്നാലും നമുക്കവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ട്.
കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത പദത്തിന് യോജിച്ച നാത്താണ് നിങ്ങൾ വെച്ച് കൊടുക്കേണ്ടത്. നമുക്ക് നോക്കാം. റാഷിദുൻ തോലിബുൻ ഡേഷ് എന്നാണ്. റാഷിദുൻ തോലിബുൻ, റാഷിദ് ഒരു വിദ്യാർത്ഥിയാണ്. നമുക്കവിടെ നഷീത്തുൻ എന്ന് എഴുതാം. ഒരു ഉന്മേഷവാനായിട്ടുള്ള വിദ്യാർത്ഥിയാണ്. യാതസിലു സ്വബാഹൻ, അവൻ രാവിലെ തന്നെ കുളിക്കുന്നു. വയർത്തതി ലിബാസൻ, അവൻ വസ്ത്രം ധരിക്കുന്നു. എങ്ങനെയുള്ള വസ്ത്രമാണ് ധരിക്കുന്നത്? വയർത്തതി ലിബാസൻ ജയ്യിദൻ എന്നെഴുതാം. നല്ല വസ്ത്രം ധരിക്കുന്നു എന്നെഴുതാം. അല്ലെങ്കിൽ നവീഫൻ എന്നെഴുതാം. വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നു. വയക്കുലു ത്വആമൻ ഖഫീഫൻ, അതായത് ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നു. അതായത് ലൈറ്റായിട്ട് എന്ന് പറഞ്ഞാൽ ലഘുവായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നു എന്നർത്ഥം. വയഹുദു ഹഖീബത്തൻ, അവൻ അവൻ്റെ ബാഗ് എടുക്കുന്നു. എങ്ങനെയുള്ള ബാഗാണ് എന്നാണ് എഴുതേണ്ടത്. വയഹുദു ഹഖീബത്തൻ ജമീലത്തൻ എഴുതാം. ഭംഗിയുള്ള അവൻ്റെ ബാഗ് എടുക്കുന്നു. വയസ്രിയോ ഇലൽ മദ്രസത്തി, എന്നിട്ട് സ്കൂളിലേക്ക് വേഗത്തിൽ പോകുന്നു എന്നാണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. അജിബ് അനിൽ ആത്തിയ, താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. അഇദ് ബയാനാത്തി ഷഖ്സിയ ഖസീറ ലി അബാദി ബാനു ബീഗം, അബാദി ബാനു ബീഗത്തിൻ്റെ ബയോഡേറ്റ തയ്യാറാക്കുവാനാണ് കേട്ടോ. അൽ ഇസ്മുൽ കാമിൽ, അവരുടെ ഫുൾ നെയിം എന്താണ് എന്നാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് എഴുതി പഠിക്കുക. മക്കാനുൽ മീലാദ്, അവരെവിടെയാണ് ജനിച്ചത്. അൽ ഔലാദ്, അവരുടെ മക്കൾ ആരൊക്കെയായിരുന്നു. അൽ ജിൻസിയത്ത്, അവരുടെ നാഷണാലിറ്റി, അവർ ഏത് രാജ്യക്കാരിയാണ് എന്നാണ്. താരീഖുൽ മീലാദ്, അവരുടെ ആ ഒരു ജനന തീയതിയാണ് ചോദിക്കുന്നത്. അൽ ഇസ്ഹാമാത്ത്, അവർ വഹിച്ചിട്ടുള്ളതായ പങ്കുകൾ, ഏതെല്ലാം മേഖലയിലാണ് അവർ പങ്ക് വഹിച്ചിട്ടുള്ളത് എന്നാണ് എഴുതേണ്ടത്. താരീഖുൽ വഫാത്ത്, അവരുടെ ആ ഒരു ഡേറ്റ് ഓഫ് ഡെത്താണ്, മരണപ്പെട്ട ഡേറ്റ്. അൽ വിലായ, ഏത് സംസ്ഥാനത്തായിരുന്നു അവരെന്നാണ്. അപ്പോൾ ഇത്രയും അവിടെ ഫില്ല് ചെയ്യാണ് വേണ്ടത്. നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ഒരു യൂണിറ്റിൽ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം നിങ്ങളൊന്ന് നോക്കിയിട്ട് അത് ആ ഒരു ബയാനാത്ത് ഷഖ്സിയ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. അഇദ് മുദക്കിറത്തൻ അനിൽ ഉഖുവത്തിൽ ഇൻസാനിയ ബിമുസാഅദത്തിൻ നിഖാത്തി താലിയ, താഴെ കൊടുത്ത പോയിന്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ സാഹോദര്യത്തെക്കുറിച്ച്, മനുഷ്യർക്കിടയിൽ പരസ്പര സാഹോദര്യത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുവാനാണ്. നോക്കൂ. റബ്ബുക്കും വാഹിദുൻ, നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ രക്ഷിതാവ് ഒരാളാകുന്നു, ഏകനാകുന്നു എന്നാണ്. അബൂക്കും വാഹിദുൻ, നിങ്ങളുടെ പിതാവ് ഒന്നാകുന്നു. ലാ ഫദ്ലലി അറബിയിൻ അല അഅജമിയിൻ, ഒരു അറബിക്ക് ഒരു അനറബിയേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല എന്നാണ്. അൽ മുസാഅദത്ത്, സഹായം. അൽ മുസാവാത്ത്, പരസ്പര സമത്വം. ഇത്രയും പോയിന്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് വേണം നിങ്ങൾ ആ ഒരു കുറിപ്പ് തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട്. എങ്ങനെ എഴുതാമെന്ന് നോക്കൂ. ഉഖ്വത്തുൽ ഇൻസാനിയ, മനുഷ്യ സാഹോദര്യം. ഇന്നൽ ഇൻസാന യഈഷു മഅൽ ആഖിരീൻ കഉസ്റത്തിൻ വാഹിദ, മനുഷ്യർ പരസ്പരം അവർ ജീവിക്കുന്നത് ഒരു കുടുംബം പോലെയാകുന്നു എന്നാണ്. ഫറബ്ബുക്കും വാഹിദുൻ, നിങ്ങളുടെ റബ്ബ് ഒന്നാകുന്നു. അബൂക്കും വാഹിദുൻ, നിങ്ങളുടെ പിതാവ് ഒന്നാകുന്നു. നതഅല്ലമു മിൻ ഉസ്റത്തിന, നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അൽ മഹബ്ബത വത്തആവുന, പരസ്പര സഹകരണവും സ്നേഹവും നമ്മൾ പഠിക്കുന്നുണ്ട്. വലൈസലി അറബിയിൻ, ഒരു അറബിക്കുമില്ല. ഫളലുൻ, ഒരു ശ്രേഷ്ഠതയുമില്ല. അല അഅജമിയിൻ, ഒരു അഅജമിയേക്കാൾ, ഒരു അനറബിയേക്കാൾ എന്നാണ്. വലാലി അഹദിൻ, ഒരാൾക്കും തന്നെയില്ല. ഫളുൻ, ഒരു ശ്രേഷ്ഠതയുമില്ല. അല ആഖർ, മറ്റുള്ള ആളുകളെക്കാൾ. ഇല്ലാ ബിൽ അഖ്ലാഖി ത്വയ്യിബ, നല്ല സ്വഭാവങ്ങൾ കൊണ്ടല്ലാതെ. അൽ ജമീഉ മുതസാവൂൻ, എല്ലാവരും പരസ്പരം സമമാകുന്നു. വ ഉഖ്വത്തുൽ ഇൻസാൻ, മനുഷ്യ സാഹോദര്യം. തുഅല്ലിമുന, അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അന്നഹ്തരിമ ബഅദിനാ ബഅദൻ, നമ്മൾ പരസ്പരം ബഹുമാനിക്കുവാനാണ് പഠിപ്പിക്കുന്നത്. വനുആമിനുൽ ജമീഅ, മുഴുവൻ ആളുകളോട് പെരുമാറുവാനും. ബിൽ മഹബ്ബത്തി വൽ മവദ്ദ, പരസ്പര സ്നേഹത്തോട് കൂടിയിട്ട്. ലിനബ്നിയ മുജ്തമഅൻ അഫ്ളൽ, ഒരു നല്ല സമൂഹത്തെ എടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്നാണ്. ഇനി അവസാനത്തെ ചോദ്യം നോക്കൂ. ലഖീത സ്വദീഖക ഇൻദ ശുബ്ബാക്കി ദഹ്വി ഫീ സൂഖിൽ മർകസി
ഫജറ ബൈനഹുമാ ഹിവാറുൻ അഖദ്ദൽ ഹിവാറ. നീ നിൻ്റെ കൂട്ടുകാരനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ബില്ല് അടക്കാൻ നിൽക്കുന്ന സമയത്ത് ആ ഒരു ബിൽ കൗണ്ടറിൻ്റെ അടുത്ത് വെച്ചിട്ട് കണ്ടുമുട്ടി. അപ്പോൾ നിങ്ങൾക്കിടയിൽ നടക്കുന്നതായ ആ ഒരു കോൺവെർസേഷൻ എഴുതുവാനാണ്. എങ്ങനെയാണ് നമുക്കത് എഴുതാൻ പറ്റുക എന്ന് നോക്കൂ. ടീച്ചർ അവർക്ക് അഹമ്മദ് മാലിക് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. അഹമ്മദ് അസ്സലാമു അലൈക്കും യാ മാലിക്. മാലികെ അസ്സലാമു അലൈക്കും. ലം അറക മുൻദു ഉസ്ബൂഇൻ. ഒരാഴ്ചയായിട്ട് നിന്നെ കാണാനില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. മാലിക് വഅലൈക്കും അസ്സലാം യാ അഹമ്മദ്. നഅം അതെ. കുൻതു മശ്ഊലൻ ബിദ്ദിറാസ. ഞാൻ പഠനത്തിൻ്റെ തിരക്കിലായിരുന്നു എന്നാണ്. അഹമ്മദ് മാദാ തശ്തരി അൽയൗം. നീ എന്താണെന്ന് വാങ്ങിച്ചിട്ടുള്ളത്? മാലിക് അഷ്തരി ബാദൽ അദവാത്തിൽ മദ്രസിയ. ഞാൻ കുറച്ച് സ്കൂൾ ഉപകരണങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്നാണ്. എന്നിട്ട് ചോദിക്കുകയാണ് വ അൻത്. നീ എന്താണ് വാങ്ങിച്ചിട്ടുള്ളത് എന്നാണ്. അഹമ്മദ് പറയുന്ന മറുപടി നോക്കൂ. അഷ്തരി ഹലീബ. ഞാൻ കുറച്ച് മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ട്. വ ബാദൽ ഫവാക്കിഹ. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. ലി ഉസ്റത്തി. എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്നാണ്. മാലിക് ജയ്യിദൻ. ഗുഡ് അല്ലേ. ഹലീൽ ചോദിക്കുകയാണ് ഹൽ നൽതഖി ബാദൽ മദ്രസത്തി ഗദൻ. നാളെ നമുക്ക് സ്കൂൾ കഴിഞ്ഞിട്ടൊന്ന് മീറ്റ് ചെയ്തൂടെ എന്നാണ് ചോദിക്കുന്നത്. അഹമ്മദ് നഅം ബികുല്ലി സുറൂറിൻ ഇലൽ ലിഖായ്. അല്ലേ, എന്താണ് നമുക്ക് കാണാം എന്നാണ് പറയുന്നത്. എന്നിട്ട് അവർ സി ഒക്കെ പറഞ്ഞിട്ട് പിരിയാണ് കേട്ടോ. മാലിക് ഇലൽ ലിഖായ് യാ സ്വദീഖി എന്നൊക്കെ പറഞ്ഞ് അവർ പോവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി ഈ ഒരു വീഡിയോ ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.